Good evening, students. നമ്മുടെ സെറ്റ് കൊമേഴ്സ് എക്സാമിന്റെ മറ്റൊരു പുതിയ ലൈവ് സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് നമ്മുടെ സെറ്റ് എക്സാമിന്റെ പുതിയ ഡേറ്റ് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 20th പുതിയ ടെനറ്റേറ്റീവ് ഡേറ്റ് LBS പബ്ലിഷ് ആയിട്ടുള്ളത്. ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. ഓക്കെ, സെപ്റ്റംബർ 20th വരെ ടൈം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മാസത്തിൽ കൂടുതൽ ടൈം അവൈലബിൾ ആണ്. നല്ലോണം, അതായത് ഇപ്പൊ ആരെങ്കിലും പ്രിപ്പയർ ചെയ്യാതെ ഇരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഇനിയുള്ള ടൈം 1 month കൂടുതലുണ്ട്. ആകെ 6 യൂണിറ്റ് പേപ്പർ 1 6 യൂണിറ്റ് പേപ്പർ 2 ആകെ 12 യൂണിറ്റ് വരുന്നുള്ളൂ. എങ്ങനെ പോയാലും നല്ല ഒരു പ്രോപ്പർ റിസോഴ്സസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആണ് സെറ്റ് കൊമേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റിസോഴ്സസ് ഇനഫ് ആയിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു എക്സാമിലോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് അസിസ്റ്റൻസ് വേണം, നമ്മുടെ റിസോഴ്സസ് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് നമ്മുടെ അഡ്മിഷൻ വിങ്ങുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ വരുന്ന സെപ്റ്റംബർ 20th നടക്കാൻ പോകുന്ന എക്സാം ക്വാളിഫൈഡ് ആയിട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മുടെ അഡ്മിഷൻ വിങ്ങിന്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, സെപ്റ്റംബർ 20th വരെ ടൈം ഉണ്ട്. ഓക്കെ, 1 month കൂടുതൽ ടൈം ഉണ്ട്. സോ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുത്തിട്ട് ആ ഒരു പ്രോപ്പർ റിസോഴ്സസ് ആക്സസ് ചെയ്ത് പ്രോപ്പർ പ്ലാനോട് കൂടിയിട്ട് പഠിച്ചു പോകാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് PYQs ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് സെഷൻസിൽ. അപ്പൊ അതിന്റെ ഒരു ബാക്കി കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സെറ്റ് PYQ ഡിസ്കഷൻ നമ്മുടെ ജനുവരി 2026 ഓക്കെ, വിച്ച് മീൻസ് ഡിസംബർ 2025 എക്സാം 5 ടേം എക്സാം ആണ്. പക്ഷെ എക്സാം നടന്നത് ജനുവരി 2026 സോ ആ എക്സാമിന്റെ ചോദ്യങ്ങളാണ്, ലേറ്റസ്റ്റ് എക്സാമിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് നമ്മൾ ഒരു 10, 20, 30ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്ത് പോയിട്ടുണ്ട്. സോ ബാക്കി ആണ് നമുക്ക് ഇന്ന് എടുക്കാനായിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഐഫർ സെറ്റ് ആൻഡ് HSST ചാനലിൽ അവൈലബിൾ ആണ്. അത് കാണാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ് പ്രോസസ് ഇൻ ദ കറക്റ്റ് സീക്വൻസ്. ക്യാപിറ്റൽ ബജറ്റിംഗ് പ്രോസസ്സിനെ അതിന്റെ ആ ഒരു ഓർഡറിൽ ആക്കാനായിട്ടാണ്, കറക്റ്റ് സീക്വൻസിൽ ആക്കാനായിട്ടാണ് പറഞ്ഞുള്ളത്. അപ്പോൾ ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ക്യാപിറ്റൽ ബജറ്റ് ആൻഡ് അപ്രോപ്രിയേഷൻ, പെർഫോമൻസ് റിവ്യൂ അല്ലെ, പിന്നെ അസംബ്ലിംഗ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ ആദ്യം എന്താണ് വേണ്ടത്, ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ. ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സ്, ഓക്കെ, ക്യാപിറ്റൽ റൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യാണ്, ബഡ്ജറ്റ് ചെയ്യുന്ന രീതിയാണ് എന്ത്, ബഡ്ജറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം എന്താണ് വേണ്ടത്, ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യലാണ് ആദ്യം വേണ്ടത്. ഓപ്ഷൻ, അതായത് ഈ സ്റ്റെപ്പ് 4 ആണ് ആദ്യം വരിക അല്ലെ. ആദ്യം സ്റ്റെപ്പ് 4 ആണ് വരിക. സ്റ്റെപ്പ് 4 വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആദ്യം വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് ഏതാണ്, ഓപ്ഷൻ എ ആണ്. 4, 3, 5, 1, 2. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ഓർഡർ വരുന്നത്. ഓക്കെ, ആദ്യം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസ് അസംബിൾ ചെയ്യാം. ഓക്കെ, പിന്നെ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഡിസിഷൻസ് മേക്ക് ചെയ്യാം. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ ഡിസിഷൻ എടുത്തതിന്റെയും പെർഫോമൻസ് റിവ്യൂ ചെയ്യാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സോറി ലാസ്റ്റ് ആണ് പെർഫോമൻസ് റിവ്യൂ വരുന്നത്. പിന്നെ വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റ് ആൻഡ് അപ്രോപ്രിയേഷൻ. ഓക്കെ, നമ്മളൊരു ഇത്രയും മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസ് ഉണ്ടാവും. ഓക്കെ, അതിന്ന് ഒരു ആപ്റ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിന്റെ ബേസിസിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ക്യാപിറ്റൽ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, അതിന്റെ അപ്രോപ്രിയേഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ആ ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ത് ചെയ്യാം, റിവ്യൂ ചെയ്യുക. അതിന്റെ ഒരു പെർഫോമൻസ് റിവ്യൂ ചെയ്യലാണ് ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പ് വരുന്നത്. ആദ്യം വരെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫിക്കേഷൻ ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സ്റ്റെപ്സ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ഒന്ന് വായിച്ച് പഠിക്കാം. ഓക്കെ, സെർച്ച് സ്റ്റേജ്, സ്ക്രീനിങ് ആൻഡ് ഇവാലുവേഷൻ, സെലക്ഷൻ സ്റ്റേജ്, ഓതറൈസേഷൻ, പോസ്റ്റ് ഓഡിറ്റ് സ്റ്റേജ്, ഇങ്ങനെ ആ സ്റ്റേജുകളെ നമുക്ക് റീനെയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്,
Which of the following statement is false regarding installation of costing system? അപ്പം കോസ്റ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? ഫോൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഫോൾസ് അല്ലെ. അപ്പൊ എന്താണ് കോസ്റ്റിംഗ് സിസ്റ്റം? കോസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിലെ ഓരോ ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന കോസ്റ്റുകൾ ട്രാക്ക് ചെയ്യുക, അതിനെ എന്താ പറയാ അസർട്ടൈൻ ചെയ്യുക, അലോക്കേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഒരു കോസ്റ്റിംഗ് സിസ്റ്റത്തിന്റെ പണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോസ്റ്റിംഗ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു കമ്പനിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ അതുമായി റിലേറ്റ് ചെയ്തുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ദ ജനറൽ നേച്ചർ ഓഫ് ദ ബിസിനസ് ഷുഡ് ബി കൺസിഡർഡ് ടു ഡിറ്റർമൈൻ സ്യൂട്ടബിലിറ്റി. ഓക്കെ, ഒരു കോസ്റ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബിസിനസിന്റെ ജനറൽ നാച്ചർ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അത് ഈ ഒരു കോസ്റ്റിംഗ് സിസ്റ്റം ഈ ഒരു കമ്പനിക്ക്, ഓക്കെ, ഈ ഒരു കമ്പനിയുടെ നാച്ചറിന് ആപ്റ്റ് ആണോ, സ്യൂട്ടബിൾ ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് അല്ലെ. അപ്പോൾ അതെന്താണ്, കറക്റ്റ് ആണ്. കാരണം ഒരു കോസ്റ്റിംഗ് സിസ്റ്റം എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ബിസിനസിന്റെ നാച്ചർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഡിഫറെന്റ് നാച്ചർ ആകുമ്പോൾ ഓരോ ടൈപ്പ് ഓഫ് നാച്ചറിന് ഓരോ ഡിഫറെന്റ് രീതിയിലുള്ള കോസ്റ്റിംഗ് സിസ്റ്റമാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അതുപോലെ ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് നാച്ചർ ഓഫ് ബിസിനസ്സുകൾക്ക് മാറുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ദ ബിഹേവിയർ ഓഫ് ദ കൺസ്യൂമേഴ്സ് ഷുഡ് ബി സർവഡ് ബിഫോർ ഇൻസ്റ്റാളേഷൻ. ഓക്കെ, അതായത് ആ ഒരു ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് കോസ്റ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ എന്ത് ചെയ്യണം, സർവേ ചെയ്യണം എന്നാണ് പറയുന്നത്. ശരിക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ പ്രൈസ് അതുപോലെ തന്നെ ബാക്കി എലമെന്റ്സിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും കോസ്റ്റ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ആരുടെ കൺട്രോളിലാണ്? നമ്മുടെ ആരെയാണ് മെയിൻ ആയിട്ട് അത് എഫക്ട് ചെയ്യുന്നത്? നമ്മുടെ കമ്പനീനെ, ഓർഗനൈസേഷനാണ് അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കോസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കമ്പനീന്റെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, ഇന്റേണൽ ആയിട്ട് വരുന്ന ഒരു ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തില്ല, ഇവിടെ നമ്മൾ കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ, ഒരു കോസ്റ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മുടെ കൺസ്യൂമറിനെ എന്ത് ചെയ്യണ്ട, പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. ആൻഡ് അത് പ്രൈസിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, അത് പഠിച്ചാൽ മതിയാവും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ദ സൈസ് ആൻഡ് ലേഔട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ ഷുഡ് ബി സ്റ്റഡീഡ്. ശരിയാണല്ലോ, കാരണം കോസ്റ്റുകൾ അല്ലെ, ഡിഫറെന്റ് കോസ്റ്റുകൾ വരുന്നുണ്ട് അല്ലെ. അപ്പോൾ അതിന് ഒരു ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള ലേഔട്ടും സൈസും ഒക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അവിടുത്തെ കോസ്റ്റുകൾ കൂടുകയും കുറയും ചെയ്യും. സോ എന്ത് ചെയ്യും, ഈ ഒരു സൈസ് ആൻഡ് ലേഔട്ട് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം അവിടെ ഒരു ആപ്റ്റ് ആയിട്ടുള്ള കോസ്റ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. നെക്സ്റ്റ്, എക്സിസ്റ്റിംഗ് മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഷുഡ് ബി സ്റ്റഡീഡ് അല്ലെ. ഈ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ്സും പ്രൊസീജിയേഴ്സും ഒക്കെ എന്ത് ചെയ്യണം, സ്റ്റഡി ചെയ്യണം. ആൻഡ് അതിനെ എന്താ പറയാ, അതിന്റെ ലിമിറ്റേഷൻസിനൊക്കെ ഇല്ലാണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ കോച്ചിങ് സിസ്റ്റം ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. സോ അതും പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ എന്താണ്, ഫോൾസ് സ്റ്റേറ്റ്മെന്റാ. നമ്മൾ പറഞ്ഞു ഓപ്ഷൻ ബി എന്ത് ചെയ്യേണ്ട, അതായത് കൺസ്യൂമറിന്റെ ബിഹേവിയറിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കോച്ചിങ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അത് പിന്നീട് എന്ത് ചെയ്താൽ മതി. ഓക്കെ, ഒരു കോച്ചിങ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതൊരു കമ്പനിയുടെ ഇന്റേണൽ ആയിട്ടുള്ള, പക്ക പ്യുവർലി ഇന്റേണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ കൺസ്യൂമറിന്റെ സൈഡ് നോക്കേണ്ടതില്ല. ഓക്കെ, ഇവിടെ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ ഓഫ് എ കോസ്റ്റിംഗ് സിസ്റ്റം ഈസ് ആൻ ഇന്റേണൽ അക്കൗണ്ടിംഗ് പ്രോസസ് aimed at tracking, analysis and controlling cost within the organization because it is an internal management tool. It focuses on production and administration rather than market research. Okay, അപ്പോൾ മാർക്കറ്റ് റിസർച്ചിന് അപ്പുറമായിട്ട് മെയിൻ ആയിട്ട് പ്രൊഡക്ഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷനെ ആണ് എന്ത് ചെയ്യുന്നത്, ഇത് മെയിൻ ആയിട്ട് ഒരു കോസ്റ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് ഫോക്കസ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റ് റിസർച്ചിലോട്ടൊന്നും പോവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പക്ക അതൊരു ഇന്റേണൽ മാനേജ്മെന്റ് ടൂൾ ആണ്. ഓക്കെ, നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഓക്കെ, ദ എക്സ്റ്റെന്റ് ടു വിച്ച് a firm utilizes fixed in financial cost to amplify the impact of changes in earnings before interest and taxes EBIT on earnings per share is referred to as dash leverage. Okay, ഏത് ലിവറേജ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ട്,
ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ട്, അതുപോലെ തന്നെ കമ്പൈൻഡ് ലിവറേജും വരുന്നുണ്ട്. പക്ഷെ ഇതിൽ എന്തില്ല, നമുക്ക് കമ്പൈൻഡ് ലിവറേജ് പഠിക്കാനായിട്ടില്ല അല്ലേ. ഓക്കെ, ഫിക്സ്ഡ് ഫിനാൻഷ്യൽ കോസ്റ്റ് ടു ആംപ്ലിഫൈ ദ fixed financial cost to amplify the impact of changes in earnings before interest and EBIT on earnings per share is referred to as. ഓക്കെ, അപ്പോൾ ഫിക്സഡ് ഫിനാൻഷ്യൽ കോസ്റ്റ് എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അല്ലെങ്കിൽ ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ്. ഓക്കെ, ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ് എന്ന് കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓപ്ഷൻ എ ഫിനാൻഷ്യൽ ലിവറേജ്. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് ലിവറേജ് ആവുമ്പോൾ എന്താണ്, ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഫിനാൻഷ്യൽ ലിവറേജിന്റെ അകത്ത് നമ്മൾ ഫിക്സ്ഡ് ഫിനാൻഷ്യൽ കോസ്റ്റുകളാണ് വരുന്നതെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ അകത്ത് എന്താണ് വരുന്നത്, ഓപ്പറേറ്റിംഗ് ലിവറേജ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ അകത്ത് എന്താ വരിക, നമ്മുടെ ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് ചാർജസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓക്കെ, ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളാണ് എന്ത് വരിക, ഈ ഒരു ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ അകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, operating leverage arises because of fixed operating costs such as rent, salary, depreciation, etc. It shows how a change in sales affects EBIT. ഓക്കെ, സെയിൽസ് എങ്ങനെയാണ് EBIT, അതായത് സെയിൽസും EBITയും തമ്മിലുള്ള റിലേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ അകത്ത് പഠിക്കുന്നത്. ആൻഡ് EBITയും EPSും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് എവിടെ വരുന്നത്, നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജിന്റെ അകത്ത് വരുന്നത്. ഓക്കെ, ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് ഫിനാൻഷ്യൽ കോസ്റ്റുമായി റിലേറ്റഡ് ആണ്. ആൻഡ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളുമായിട്ട് എന്താണ്, കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അത്രയും പോയിന്റ്സ് ആണ് പഠിക്കേണ്ടത്. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പോൾ അവിടെ EBITയും EPSും അതുപോലെ തന്നെ ഫിക്സ്ഡ് ഫിനാൻഷ്യൽ കോസ്റ്റുകളും. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെയാണ്, സെയിൽസും EBITയും അതുപോലെ തന്നെ എന്താണ്, ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഐ മീൻ വരുന്ന എലമെന്റ്സ്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. ആൻഡ് അതിന്റെയൊക്കെ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഓക്കെ, ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 കുറച്ച് ഇൻഡസ്ട്രീസിന്റെ പേര് വന്നിട്ടുണ്ട്, ലിസ്റ്റ് 2 കോസ്റ്റിംഗ് മെത്തേഡ്സും തന്നിട്ടുണ്ട്. ആൻഡ് ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ബ്രിഡ്ജുകൾ അല്ലെ, പാലം പണികൾ, പാലങ്ങൾ നിർമ്മിക്കുക അല്ലെ, അതെന്താണ്, ഒരു കോൺട്രാക്റ്റ് ആണ് അല്ലെ. ഇപ്പൊ നമ്മള് ഇന്ന പാലം പണിതത് ഇന്ന കോൺട്രാക്റ്റ് ആണ്, ഇന്ന കോൺട്രാക്ടേഴ്സ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കാം അല്ലെ. അപ്പോൾ അതൊരു കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ട് നടക്കുന്ന പണിയാണ് അല്ലെ. അപ്പൊ അവിടെ ഏത് കോസ്റ്റിംഗ് ആ വരിക, കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഓക്കെ, ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ഏതാണ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഓക്കെ, ഡിഫറെന്റ് കോൺട്രാക്റ്റുകളാണ് വരിക. ഇനി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു സർവീസ് ഇൻഡസ്ട്രി ആണ് അല്ലെ. അപ്പൊ അതിനൊരു സർവീസ് കോസ്റ്റിംഗ് ഓർ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ് വരിക. ഓക്കെ, പെർ പേഷ്യന്റ് ആണ് അവിടെ കോസ്റ്റ് വരുന്നത്. സോ അവിടെ എന്താണ്, ഹോസ്പിറ്റൽസ് അതുപോലെ തന്നെ അത്തരത്തിലുള്ള സർവീസ് സെക്ടേഴ്സ്, അപ്പം എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇത്തരത്തിലുള്ള സെക്ടേഴ്സിലൊക്കെ ഇൻഡസ്ട്രീസിലൊക്കെ എന്താണ് വരിക, സർവീസ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡ് ഏതാണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് ടെക്സ്റ്റൈൽ, കോട്ടൺ ടെക്സ്റ്റൈൽ അല്ലെ. കോട്ടൺ ടെക്സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഡിഫറെന്റ് പ്രോസസ്സുകളിലൂടെയാണ് ഒരു ഡ്രസ്സ് നിർമ്മിക്കപ്പെടുന്നത് അല്ലെ. എന്താണ്, നമുക്കറിയാം ആദ്യം പരുത്തി, പിന്നെ അത് നൂലിൽ നിന്ന് അതിനെ നെയ്തിട്ട് വസ്ത്രമാക്കുന്നു അല്ലെ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ അത് തയ്ക്കുന്നു, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അതിന് കളറ് കൊടുക്കുന്നു, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഡ്രസ്സ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് ഡിഫറെന്റ് പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അത് കടന്നു പോയിട്ടാണ് ഒരു ഫൈനൽ ഗുഡ് ആയിട്ട് മാറുന്നത്. സോ ഡിഫറെന്റ് മൾട്ടിപ്പിൾ പ്രോസസ്സിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ കോട്ടൺ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രീസിൽ ഏത് കോസ്റ്റിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുക, നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക. ഇനി ടോയ് മേക്കിംഗ് എന്ന് പറയുമ്പോൾ ടോയ്സിനൊക്കെ ഓരോ ബാച്ച് ആണ്, ഫസ്റ്റ് ബാച്ച്, സെക്കൻഡ് ബാച്ച്, അങ്ങനെ പറഞ്ഞിട്ട് ബാച്ച് വൈസ് ആണ് എന്ത് ചെയ്യുക, ടോയ്സ് മേക്ക് ചെയ്തിട്ട് സെല് ചെയ്യുക. ഓക്കെ, അപ്പം ആ ടോയ്സ് ബാച്ച് വൈസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഏത് കോസ്റ്റിംഗ് ആണ്, ബാച്ച് കോസ്റ്റിംഗ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഓരോന്നും ഏത് ടൈപ്പ് കോസ്റ്റുകളാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ആൻസറിലോട്ട് പോകാനായിട്ട് പറ്റും. ആൻഡ് ഇതിന്റെ സ്ലൈഡിന് ഒരു ചെറിയൊരു
പ്രശ്നമുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, എ A3 ആണ് വരിക. A3. ഓക്കെ, ഇവിടെ ഓക്കെ, അപ്പൊ A3, ബി എത്ര, B4, C2 ആൻഡ് D1. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്തരത്തിലുള്ള കോസ്റ്റിംഗ് മെത്തേഡ്സും അതുപോലെ തന്നെ അത് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ആൻസർ ചെയ്യാം. സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് സെപ്റ്റംബർ 20th നമ്മുടെ പുതിയ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഈ ഒരു അറ്റംപ്റ്റ് തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ 12 യൂണിറ്റും കവർ ചെയ്യാം, പ്ലസ് PYQസും ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ സിമ്പിൾ കട്ട് ഓഫ് ആണ്, 48ഉം 42ഉം മാർക്കുകൾ മതി അല്ലെ. അപ്പൊ എന്ത് ചെയ്യാതാ മതി, പെട്ടെന്ന് തന്നെ പഠിച്ച് വളരെ കുറഞ്ഞ കട്ട് ഓഫിൽ നടക്കുന്ന ഒരു എക്സാം ആണ്. എല്ലാവർക്കും എന്ത് ചെയ്യാം, കുറച്ചെങ്കിലും പഠിക്കാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾക്ക് ക്വാളിഫൈഡ് ആവാൻ പറ്റുന്ന എക്സാം ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവരും കാര്യമായിട്ട് തന്നെ പഠിക്കുക. ആൻഡ് റിസോഴ്സസ് ഇല്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഐഫറിലോട്ട് വരിക. ഓക്കെ, നമ്മുടെ അഡ്മിഷൻ വിങ്ങിന്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, given that current liability of company as rupees 3 lakh, current ratio is 3:1 and quick ratio is 1:1, then what will be the value of stock in trade? ഓക്കെ, അപ്പൊ നമ്മളോട് വാല്യൂ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇവിടെ കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്, എത്രയാണ്, 3:1. ക്വിക്ക് റേഷ്യോ തന്നിട്ടുണ്ട് 1:1. ഓക്കെ, അപ്പൊ ഇതില് കറണ്ട് ലാബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ ഈ കറണ്ട് റേഷ്യോ, ഓക്കെ, കറണ്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്, കറണ്ട് അസെറ്റ് ഡിവൈഡഡ് ബൈ, അല്ലെ, കറണ്ട് അസെറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി അല്ലെ, കറണ്ട് ലാബിലിറ്റി ആണ്. സോ ഇവിടെ ഈ ഒരു കറണ്ട് റേഷ്യോ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പോ കറണ്ട് ലാബിലിറ്റിൻ്റെത് 1 ആണ്. ഓക്കെ, കറണ്ട് ലാബിലിറ്റി 1 ആണ് എങ്കിൽ കറണ്ട് റേഷ്യോ എത്ര ആയിരിക്കും, അതിന്റെ 3 മടങ്ങ്. ഓക്കെ, കറണ്ട് ലാബിലിറ്റി 1 റുപ്പി ആണെങ്കിൽ കറണ്ട് അസറ്റിന്റെ വാല്യൂ എത്രയാണ്, അതിന്റെ 3 മടങ്ങ്. അപ്പോ ഇവിടെ കറണ്ട് ലാബിലിറ്റി എത്ര തന്നിട്ടുണ്ട് നമുക്ക്, 3 ലക്ഷം തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ കറണ്ട് അസറ്റ് എത്ര ആയിരിക്കും, 3 ലക്ഷത്തിന്റെ 3 മടങ്ങ് അല്ലെ. അപ്പൊ 3 ഇൻറ്റു 3 ലാക്ക് എത്ര വരും, നമുക്ക് 9 ലാക്ക് എന്ന് ആൻസർ വരും അല്ലെ. 9 ലാക്ക് എന്ന് ആൻസർ വരും. കറണ്ട് അസറ്റിന്റെ വാല്യൂ നമുക്ക് കിട്ടി, 9 ലാക്ക് കിട്ടി അല്ലെ. ഇനി നെക്സ്റ്റ് നമുക്ക് ക്യുക്ക് റേഷ്യോ. ക്യുക്ക് റേഷ്യോ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ക്യുക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി ആണ് അല്ലെ. ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി ആണ് എന്ത് വരുന്നത്, ക്യുക്ക് റേഷ്യോന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ക്യുക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റീസ് അല്ലെ. വിച്ച് മീൻസ് എന്താണ്, കറണ്ട് ലാബിലിറ്റി 1 ആവുന്ന സമയത്ത് അതിന്റെ സെയിം 1 തന്നെയാണ് എന്ത് വരിക, ക്യുക്ക് അസറ്റും വരിക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഓക്കെ, ക്യുക്ക് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി ആണ് എന്ത് വരുന്നത്, നമുക്ക് ക്യുക്ക് റേഷ്യോ വരുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ക്യുക്ക് റേഷ്യോ എന്നുള്ളതുകൊണ്ട് എന്താ അർത്ഥമാകുന്നത്, ഇപ്പം കറണ്ട് ലാബിലിറ്റി 1 ആണെങ്കിൽ അല്ലെ, കറണ്ട് ലാബിലിറ്റി 1 ആണെന്നുണ്ടെങ്കിൽ ക്യുക്ക് അസറ്റ്സിന്റെ വാല്യൂ എന്തായിരിക്കും, അതിന്റെ ഒരു മടങ്ങാണ്. ഓക്കെ, വിച്ച് മീൻസ് ഇപ്പം ഒരു കറണ്ട് ലാബിലിറ്റി 3 ലാക്ക് ആണെങ്കിൽ അതിന്റെ
ഒരു മടങ്ങ് എന്ന് പറയുമ്പോൾ മീൻസ് ക്യൂക്ക് അസറ്റ്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്ര തന്നെ ആയിരിക്കും, നമുക്ക് 3 ലാക്ക് ആണ് വരിക. ഇത് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേഷൻസ് റീഅറേഞ്ച് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു ബേസിക് ഐഡിയ എന്ത് ചെയ്യുക, അപ്പൊ നമ്മൾ ഈ കറണ്ട് റേഷ്യോ പറയുന്ന സമയത്ത് അതിന്റെ ഒരു ബേസിക് ഐഡിയ പറഞ്ഞല്ലോ, ഈ സെയിം ഐഡിയ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെയും വർക്ക് ആവുന്നത്. കറണ്ട് ലയബിലിറ്റി 1 റുപ്പി ആണെങ്കിൽ 1 റുപ്പി തന്നെയാണ് എന്ത് വരിക, ക്യൂക്ക് അസറ്റ്സും വരിക. ഓക്കെ, അപ്പൊ ഇവിടെ കറണ്ട് ലയബിലിറ്റി നമുക്ക് എത്രയാണ്, 3 ലാക്ക് ആണ്. സോ ക്യുക്ക് അസറ്റ്സ് എത്ര തന്നെയാണ്, 3 ലാക്ക് തന്നെയാണ് വരിക. ഓക്കെ, ഇനി ഈ ക്യുക്ക് അസറ്റ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കറണ്ട് ലാബിലിറ്റിയും കറണ്ട് അസറ്റ്സും ക്യുക്ക് അസറ്റ്സും നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂ ഓഫ് സ്റ്റോക്ക് കാണണം. ഓക്കെ, അപ്പോൾ ക്യുക്ക് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഇവിടെ ഇങ്ങനെയല്ല, ക്യുക്ക് അസറ്റ്സ് എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ് മൈനസ് ഇൻവെന്ററി ആണ്. ഓക്കെ, ക്യുക്ക് അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, കറണ്ട് അസറ്റ് മൈനസ് ഇൻവെന്ററി ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഓക്കെ, കറണ്ട് അസറ്റിൽ നിന്നും നമ്മൾ ഇൻവെന്ററിയും അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസും മൈനസ് ചെയ്താലാണ് എന്ത് കിട്ടുക, നമുക്ക് ക്യുക്ക് അസറ്റ്സ് കിട്ടുക. ഓക്കെ, ക്യുക്ക് അസറ്റ്സ് കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇല്ല എന്നുള്ളത് അസ്യൂം ചെയ്യാം. അപ്പൊ എന്തായിരിക്കും ക്യുക്ക് അസറ്റ്സിന്റെ ഒരു ഇക്വേഷൻ വരിക, ക്യുക്ക് അസറ്റ്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും, കറണ്ട് അസറ്റ് മൈനസ് ഇൻവെന്ററി എന്ന് വരും അല്ലെ. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇൻവെന്ററിന്റെ വാല്യൂ കണ്ടെത്തണം. അപ്പൊ ഇൻവെന്ററിനെ നമ്മൾ സമത്തിന്റെ ഈക്വൽറ്റിന്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. ആൻഡ് ഈ ഒരു ക്യുക്ക് അസറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഈക്വൽറ്റിന്റെ ഈ റൈറ്റ് സൈഡിലോട്ടും കൊണ്ടുവരാം. അപ്പൊ എന്താ ഇക്വേഷൻ, ഇൻവെന്ററി ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് ക്യുക്ക് അസറ്റ്സ് വരും അല്ലെ. ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ റിസോൾവ് ചെയ്യുന്ന സമയത്ത് ഇൻവെന്ററി ഈസ് ഈക്വൽ ടു എത്ര വരും, 9 ലാക്ക് മൈനസ് 3 ലാക്ക്, 9 ലാക്ക് മൈനസ് 3 ലാക്ക് വിച്ച് ഈസ് ഈക്വൽ ടു 6 ലാക്ക് എന്നുള്ള ആൻസർ വരും. ഓക്കെ, അപ്പം എത്രയാണ് ആൻസർ, വാല്യൂ ഓഫ് ഇൻവെന്ററി അല്ലെങ്കിൽ വാല്യൂ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്രയാണ്, 6 ലാക്ക് ആണ് വരുന്നത്. സോ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ചെയ്യേണ്ടത്. ബേസിക് ആയിട്ട് ഓരോ റേഷ്യോയും എങ്ങനെയാണ് കണക്റ്റഡ്, ഓക്കെ, അതിലെ ഓരോ എലമെന്റും എങ്ങനെയാണ് കണക്ട് ചെയ്തപ്പെട്ടിട്ടുള്ളത്, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇക്വേഷൻസ് റീഅറേഞ്ച് ചെയ്തിട്ട് ഒരു എലമെന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാം എന്നുള്ളത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഒക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ഇത്രയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ആൻഡ് ടൈമിന്റെ ഒരു അവൈലബിലിറ്റി ഇഷ്യൂ കാരണം നമ്മൾ എന്ത് ചെയ്യണം, ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. ആൻഡ് ഓർമ്മിക്കുക, സെപ്റ്റംബർ 20 വരെ ടൈം ഉണ്ട്. 1 മന്തിൽ കൂടുതൽ ടൈം ഉണ്ട്. നിങ്ങൾക്ക് റിസോഴ്സസ് ഇല്ലാത്ത പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ അഡ്മിഷൻ വിങ്ങിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയാണ് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഐഫർ എഡ്യൂക്കേഷൻ.